ഇന്ന് കുടുംബം തകരുന്നു. കല്യാണം കഴിഞ്ഞ് 2 മാസം കൊണ്ട് ഡൈവേഴ്സ് ആകുന്നു. കുട്ടികൾ വളരെ മോശമായി വളരുന്നു. നമുക്ക് സങ്കടമാണ്. കുട്ടി കഞ്ചാവിന് അടിമയാണ്, മകള് പ്രേമത്തിന് അടിമയാണ്, ഒളിച്ചോട്ടത്തിന് ഒരുങ്ങുകയാണ്. അല്ലേ? ഒരു ബാപ്പ കഴിഞ്ഞ ദിവസം കത്ത് പിടിച്ചു മകളുടെ. അപ്പൊ കാമുകൻ അവൾക്ക് എഴുതുകയാണ്, ബാപ്പാനെ ഇമ്മാനെ നീ മാറ്റി വെച്ചിട്ട് എന്റെ കൂടെ ഞാൻ വിളിച്ചാൽ നീ ഇറങ്ങി വരുമോ? 22 കൊല്ലം, ഒരു കൊല്ലായിട്ടേ ഈ പുരുഷനെ ഈ പെൺകുട്ടി പരിചയം. ഒരു കൊല്ലം 10 മാസം നൊന്ത് പ്രസവിച്ചു. ഗർഭപാത്രത്തിൽ എല്ലാ കരുതലും നൽകി ഉമ്മ വളർത്തി, കൂടെ ഉപ്പയും. ശേഷമുള്ള 22 കൊല്ലം ഈ ഉമ്മയും ബാപ്പയും ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം 22 കൊല്ലം നോക്കി. ഒരു കൊല്ലം കണ്ട കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ഈ മോളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? 22 കൊല്ലത്തിന്റെ സ്നേഹം എനിക്ക് വേണ്ട, കരുതൽ എനിക്ക് വേണ്ട, എനിക്ക് പാല് തന്ന ഉമ്മ വേണ്ട, എന്നെ ഗർഭപാത്രത്തിൽ പോറ്റിയ എന്റെ മാതാവ് വേണ്ട. ഒരു കൊല്ലം കണ്ട് കേവലം 2 ഡയലോഗ് അടിച്ചതിന്റെ പേരിൽ ഈ പുരുഷനെ തിരഞ്ഞെടുക്കുന്ന മോളുടെ പക്വത എന്താണ്? ആലോചിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു. ഇന്ന് ഫോൺ വന്നാൽ ഒന്നും എടുക്കണ്ട, പരിസരത്ത് ഒന്നും നോക്കണ്ട. ഈ വിഷയം നിങ്ങൾക്ക് ശരിക്ക് ചിന്ത ഉണ്ടാക്കുമെന്നതിൽ എനിക്ക് സംശയമേ ഇല്ല ഇൻഷാ അല്ലാഹ്. സഹോദര, ഒന്ന് ആലോചിച്ചേ, നബി എന്താ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? 4 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് സാധാരണ വിവാഹം നടക്കുന്നത് ലോകാടിസ്ഥാനത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലത്തും ആ സമൂഹത്തിലും ലോകത്തും മൊത്തത്തിൽ വിവാഹം ഉണ്ടായ കാലം മുതൽ ആളുകൾ പരിഗണിക്കുന്ന 4 കാര്യം അള്ളാഹുവിന്റെ പ്രവാചകൻ എണ്ണി. അതൊന്നും വേണ്ടാന്ന് പ്രവാചകൻ പറഞ്ഞില്ല. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഒരു പെണ്ണിന്റെ സൗന്ദര്യം, ജമാൽ, അത് നോക്കാറുണ്ട് പെണ്ണിട്ടുമ്പോ, കുഴപ്പമൊന്നുമില്ല. അള്ളാന്റെ റസൂൽ എതിർത്തിട്ടില്ല. അത് നോക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? ഇല്ല. രണ്ടാമത്തെ അവിടെ കുടുംബ മഹിമ നോക്കല് നല്ലതാണ്, നോക്കണ്ടെന്ന് മുത്തുനബി പറഞ്ഞോ? ഇല്ല. മൂന്നാമത്തേതോ അവരുടെ സമ്പത്ത് നോക്കണ്ടെന്ന് മുത്തുനബി പറഞ്ഞോ? ഇല്ല. നാലാമത്തെ കാര്യോ വലിദീനിഹാ. ആദ്യത്തെ 3 പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞോ സമ്പത്തുള്ള പെണ്ണിനെ കെട്ടിക്കൊള്ളുകയും ഇല്ല. എന്തേ പറയാതിരുന്നത്? സമ്പത്ത് വേണ്ട എന്നതുകൊണ്ടാണോ? അല്ല. സമ്പത്ത് കൊണ്ട് കാര്യമില്ല. ആത്മാവിനെ ശുദ്ധീകരിക്കാൻ സമ്പത്തിന് സാധ്യമല്ല. കുടുംബ മഹിമക്ക് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ സാധ്യമല്ല. അതുപോലെ സമ്പത്തിനും അതിന് സാധ്യമല്ല, സൗന്ദര്യത്തിനും അതിന് സാധ്യമല്ല. എന്നാൽ റസൂൽ പറയാണ് മതമുള്ള പെണ്ണിനെ കെട്ടിക്കോ. ഹദീസ് അവിടെ അവസാനിച്ചില്ല. നിന്റെ കൈ മണ്ണിൽ പുരണ്ടാലും